വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ചേലക്കര മഹാകാളങ്കാവ് 10ാമത് പ്രതിഷ്ഠാ ദിനം ഭക്തിസാന്ദ്രമായി നടന്നു. ചേലക്കര അന്തിമഹാകാളൻകാവിലെ 10ാമത് പ്രതിഷ്ഠാദിനവും സർപ്പക്കാവിന്റെ 4ാമത് പ്രതിഷ്ഠാദിന ചടങ്ങുകളും ഏപ്രിൽ 30-ന് അതിവിപുലമായി നടത്തപ്പെട്ടു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നു. സർപ്പക്കാവിന്റെ 4ാമത് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ പാതിരാകുന്നത്തുമന ശ്രീരുദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. കാലത്ത് ഗണപതി ഹോമം, ഉഷപൂജ, കലശമാടൽ, ശിവൻ ലളിത വിഷ്ണു സഹസ്രനാമങ്ങളും ദേവീ മഹാത്മ്യം പാരായണവും തുടർന്ന് വൈകുന്നേരം നാഗപൂജ, സർപ്പബലി എന്നിവയും നടന്നു. രാവിലെ 10 മണി മുതൽ PV നാരായണനയ്യരുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ഭജനാമൃതം, തൃശൂരൊരുക്കുന്ന ഭക്തിഗാനസൂത ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി. കൂടാതെ ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണവും പ്രസാദവും ഉണ്ടായിരുന്നു. ക്ഷേത്രോപദേശ സമിതിയുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതായത് ഇന്ന് ഈ പ്രതിഷ്ഠാദിന ദിവസം തന്നെ അത് തിരഞ്ഞെടുത്തത് കൊച്ചിൻ്റെ സംഭവത്തെ അറിയാതെ ചെയ്താണ്. പക്ഷേ ഞങ്ങൾക്കതൊരു മംഗളകരമായ സന്തോഷകരമായ ഒരു അനുഭവമായി മാറി. ഞങ്ങളിപ്പോൾ ഒരു പുണ്യകർമ്മം ചെയ്യാൻ പോവാണ്. ഈ അന്തിമഹാകാളങ്കാവും കടികശ്ശേരി ക്ഷേത്രവും തമ്മിലുള്ള അനിഷേധ്യമായ ബന്ധം ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ അന്തിമഹാകാളൻ ഈ ദാരികവധത്തിന് ശേഷം കോപാകുലനായി നിൽക്കുന്ന സമയത്ത് മഹാവിഷ്ണു പുഞ്ചിരിയോടുകൂടി ആ കോപത്തെ തണുപ്പിക്കാൻ വേണ്ടി അവിടെ കുടികൊള്ളുന്നു എന്നാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും ആ പുഞ്ചിരിയുടെ തണുപ്പ് ഞങ്ങളൊക്കെ എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പുതിയതായിട്ടൊരു അയ്യപ്പ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റേതായ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്രോപദേശ സമിതി സ്വരൂപിച്ച തുകയിൽ നിന്ന് ഒരു 25,000 രൂപ ഞങ്ങൾ ആ ഭാരവാഹികളെ ഏൽപ്പിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല. അവരിങ്ങനെ ആവശ്യപ്പെട്ടു. അവർ തുകയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു, എല്ലാവരും കൂടി തീരുമാനിച്ചു, ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. എന്തായാലും ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കട്ടെ. അതിന് അന്തിമഹാകളുടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ജഗദീശൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആ ശ്രീകൃഷ്ണൻ്റെ പുഞ്ചിരി, ആ മഹാവിഷ്ണുവിൻ്റെ പുഞ്ചിരി ഈ ദേശത്തെ മുഴുവൻ സന്തോഷത്തോടുകൂടി സംരക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. നമ്മുടെ പ്രിയപ്പെട്ട ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റിനെ ആ സംഭാവന നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. CCV ന്യൂസ്, ചേലക്കര.